Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് വാട്ടർമെലൺ മിന്റ് മൊജിറ്റോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്ക് വേഗം വീട്ടിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ മൊജിറ്റോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വാട്ടർമെലൺ രണ്ട് ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വലിയ പീസസ്. ഇത് നമുക്ക് മിക്സറിലിട്ടിട്ട് ജ്യൂസ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ ജ്യൂസറിലിട്ടിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിൻറ്റ് ലീഫാണ്. ഈ മിൻറ്റ് ലീഫ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇത് നമുക്ക് ഡെക്കറേഷൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മോൾ ഭാഗമില്ലേ മിൻറ്റ് ലീഫിൻ്റെ തണ്ടിൻ്റെ മോൾ ഭാഗം, ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് വേണ്ടി വരാം. അപ്പോൾ അത് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വയ്ക്കാം. മോൾ ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ലൈമാണ്. ലൈം സ്ലൈസസ് നമ്മളിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലൈമിൻ്റെ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ലൈം ജ്യൂസ്, ഇതിപ്പോൾ ഒരു ഗ്ലാസ് അളവിനുള്ളതാ പറയണേ കേട്ടോ, 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്ലൈസ് നമ്മുടെ ലെമൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ വാട്ടർമെലൻ്റെ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല റീഫ്രഷിങ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മിൻറ്റ് ലീഫ് നടുക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഷുഗർ ഫ്രീ ആണ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.